കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. സ്റ്റാച്യു ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM കൊച്ചി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം സ്റ്റാച്യു ജംഗ്ഷനിൽ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കേരളം എല്ലാ മേഖലകൾക്കകത്തും ഒന്നാം സ്ഥാനത്താണ്. തലക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യരെ നോക്കിയിട്ടാണ് KS ജോർജ് അശ്വമേധം നാടകത്തിൽ പാടിയത്. അങ്ങനെയുള്ള മനുഷ്യർക്ക് കിടപ്പാടം ഒരുക്കി ഈ കേരളത്തിൽ കിടപ്പാടമില്ലാത്ത, സ്വന്തമായി കിടപ്പാടമില്ലാത്ത മനുഷ്യർ തുച്ഛം. കേരളത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവരുണ്ടോ? ഇല്ല. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം 1957 ഗവൺമെന്റ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലത്ത് ഉറപ്പുവരുത്തി. അതിനെ തുടർന്ന് ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസം, സെക്കൻഡറി വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഈ മേഖലകൾക്കകത്ത് ലോക നിലവാരത്തേക്ക് കേരളം ഉയർന്നു. ജാഥ മാനേജർ KA അജേഷ് അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം PS ഗിരീഷ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CS ഗിരീഷ്, MA താഹ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ഇത്തരത്തിലുള്ള കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ നടന്നുകൊണ്ട് ഈ ജാഥയുടെ സന്ദേശം, ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ എല്ലാ തെരുവോരങ്ങളിലും കഴിഞ്ഞ 2 ദിവസമോ 3 ദിവസമായി നടന്നുകൊണ്ട് പറഞ്ഞത്. ഈ ജാഥയ്ക്ക് ശേഷം ഈ മാസം 25-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസായ BSNL ഓഫീസിന് മുന്നിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് പ്രകടനവും മാർച്ചും ആരംഭിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.